വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് നോക്കൂ. മൊഡ്യൂൾ 3-ലെ 7ാം പ്രാക്ടിക്കലാണ് ഇമ്മ്യൂണൈസേഷൻ ഓഫ് പൗൾട്രി അഗൈൻസ്റ്റ് പ്രിവാലന്റ് ഡിസീസസ്. ഇമ്മ്യൂണൈസേഷൻ ഓഫ് പൗൾട്രി അഗൈൻസ്റ്റ് പ്രിവാലന്റ് ഡിസീസസ്. നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ കോഴികളിൽ കാണുന്ന അസുഖങ്ങൾക്കെതിരെയുള്ള ഇമ്മ്യൂണൈസേഷൻ അഥവാ വാക്സിനേഷൻസ് എങ്ങനെയൊക്കെയാണെന്നാണ് ഈ ഒരു പ്രാക്ടിക്കലിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. വിവിധ തരം അസുഖങ്ങൾ, അവയുടെ സിംറ്റംസ്, അവയ്ക്ക് കൊടുക്കാവുന്ന വാക്സിൻസ് എന്നിവ നിങ്ങൾ ഈ ഒരു പ്രാക്ടിക്കലിലൂടെ പഠിക്കുന്നതാണ്. തിയറി പാർട്ട് നിങ്ങൾ പഠിച്ചതിനാൽ എളുപ്പമായിരിക്കും പ്രാക്ടിക്കൽ പോർഷൻ. തുടങ്ങാം. ഈ ഒരു പ്രാക്ടിക്കൽ നമ്മൾ ചെയ്യുവാൻ പോകുന്നത് 3 ഉദ്ദേശത്തോടുകൂടെയാണ്. ഒന്നാമത്തേത്, ടു ഐഡന്റിഫൈ ദ ഡിസീസ് കണ്ടീഷൻ ഇൻ ചിക്കൻ. നിങ്ങൾക്ക് സ്പോട്ടേഴ്സ് ആയിട്ട് എപ്പോഴും തരുന്നതാണ്. ചിത്രം തന്നിട്ട് അത് ഏത് ഡിസീസ് കണ്ടീഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതിന്റെ കോസറ്റീവ് ഓർഗാനിസംസ് ആൻഡ് ഒരു സിംറ്റം എഴുതണം. രണ്ടാമത്തെ എയിം എന്ന് പറയുന്നത് ടു പ്രാക്ടീസ് സബ്ക്യൂട്ടേനിയസ് മെത്തേഡ് ഓഫ് വാക്സിനേഷൻ ഇൻ ചിക്സ്. കോഴിക്കുഞ്ഞുങ്ങളിൽ എങ്ങനെയാണ് സബ്ക്യൂട്ടേനിയസ് വാക്സിനേഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. മൂന്നാമത്തേത്, ടു പ്രിപ്പയർ എ വാക്സിനേഷൻ ഷെഡ്യൂൾ ചാർട്ട് ഫോർ ചിക്സ്. കോഴിക്കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള ഒരു വാക്സിനേഷൻ ഷെഡ്യൂൾ, അതായത് 8 ആഴ്ച ദൈർഘ്യമുള്ള ഒരു വാക്സിനേഷൻ ഷെഡ്യൂള് ചാർട്ട് നമുക്ക് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു പ്രാക്ടിക്കൽ മൊഡ്യൂളിൽ പഠിക്കുന്നത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഈ ഒരു പ്രോവർബ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം കോഴികൾ വളർത്തുന്ന സമയത്ത്. പക്ഷികൾ അഥവാ കോഴികൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ചെറിയ ജീവികളാണ്. അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാനുള്ള സമയം നമുക്ക് ലഭിക്കുന്നില്ല. പെട്ടെന്നുള്ള കെയറും അറ്റൻഷനുമാണ് നമുക്ക് കോഴികൾക്ക് അസുഖം വന്നാൽ കൊടുക്കേണ്ടത്. അല്ലാത്ത പക്ഷം അവ ചത്തുപോകുന്നത് നമ്മൾക്ക് നേരിട്ട് കാണാം. കോഴികൾക്ക് വരുന്ന അസുഖങ്ങൾ ഇൻഫെക്ഷ്യസ് നേച്ചർ ഉള്ളതും കൂടാതെ കണ്ടേജിയസുമാണ്. അതായത് ഒരു കോഴികൾക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത കോഴികൾക്ക് എളുപ്പത്തിൽ പകരുന്നതാണ്. ആയതിനാൽ ഇത് നിയന്ത്രിച്ചു നിർത്തുക എന്നത് സാധ്യമല്ലാത്ത കാര്യം എന്ന അർത്ഥം. ആയതിനാൽ അസുഖങ്ങൾ വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ അതിനാവശ്യമായിട്ടുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു കോഴി കർഷകൻ. അപ്പോൾ എപ്പോഴും ഓർത്തു വെക്കുക, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മുടെ ടോപ്പിക് ഇമ്മ്യൂണൈസേഷൻ എന്നാണല്ലോ. ഇമ്മ്യൂണൈസേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. It is the process whereby an organism is made immune or resistant to an infectious diseases, typically by administration of a vaccine. ഒരു വാക്സിൻ കൊടുത്തുകൊണ്ട് ആ പക്ഷികൾക്ക് വരാവുന്ന അസുഖങ്ങളെ തടയുക, അല്ലെങ്കിൽ ആ അസുഖങ്ങൾക്ക് പ്രതിരോധ ശേഷി പക്ഷികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇമ്മ്യൂണൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമ്മ്യൂണൈസേഷൻ അറ്റൈൻ ചെയ്യാനായിട്ട്, രോഗപ്രതിരോധ ശേഷി കിട്ടുവാനായിട്ട് നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ വാക്സിൻസ് എന്ന കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. ഇത് വാക്സിൻസ് കൊടുക്കുന്നതിനാൽ കോഴി അവരുടെ ശരീരത്തിൽ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചുകൂടെ ആക്റ്റീവ് ആവുകയും പിന്നീട് വരുന്ന അസുഖങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ കോവിഡ് സിറ്റുവേഷനിൽ നമുക്ക് ഇമ്മ്യൂണൈസേഷനും വാക്സിനേഷനും എല്ലാം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. കോവിഡിനെതിരായിട്ടുള്ള വാക്സിൻസ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് നമുക്കിപ്പോൾ അറിയാം, അല്ലെ? പിന്നീട് കോവിഡ് വരുന്നില്ല. സെയിം ഒരു പ്രൊസീജിയർ തന്നെയാണ് കോഴികൾക്കും ഇമ്മ്യൂണൈസേഷൻ എന്ന പ്രോഗ്രാം വഴി ഉദ്ദേശിക്കുന്നത്. വാക്സിൻസ് കൊടുക്കുന്ന രീതിയെയാണ് നമ്മൾ വാക്സിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവഴി കോഴികളിൽ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. ഭാവിയിൽ ആ അസുഖം വരാതെ നമുക്ക് തടയുവാൻ കഴിയുന്നു. പൗൾട്രി ഡിസീസസിനെ നമ്മൾ 6 കാറ്റഗറി ആക്കി തിരിച്ചിരിക്കുന്നു. ബാക്ടീരിയൽ, വൈറൽ, ഫംഗൽ, പ്രോട്ടോസോവൻ, പാരസൈറ്റിക് ആൻഡ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസസ്. ബാക്ടീരിയൽ ഡിസീസസിൽ 2 എണ്ണമാണ് പഠിക്കാനുള്ളത്, പാസ്ചറലോസിസ് ആൻഡ് പുള്ളോറം. വൈറൽ ഡിസീസിൽ ന്യൂകാസ്റ്റിൽ, IBD, ഫൗൾ പോക്സ്,
മാരക്സ് ഏവിയൻ ഇൻഫ്ലുവൻസ. IBD എന്നാൽ ഇൻഫെക്ഷ്യസ് ബേഴ്സൽ ഡിസീസ്. ഫംഗൽ ഡിസീസസിൽ വരുന്നതാണ് ആസ്പെർഗിലോസിസ്. പ്രെട്ടോസോവൻ ഡിസീസസിൽ വരുന്നു കോക്സിഡിയോസിസ്. പാരസൈറ്റിക് 2 തരത്തിലുണ്ട്, ഇന്റേണൽ പാരസൈറ്റ്സ് ആൻഡ് എക്സ്റ്റേണൽ പാരസൈറ്റ്സ്. ആറാമത്തേത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. ഇതിൽ സാധാരണയായിട്ട് ബാക്ടീരിയൽ, വൈറൽ ആൻഡ് പ്രെട്ടോസോവൻ ഈ 3 രോഗകാരികൾ കൊണ്ടുവരുന്ന അസുഖങ്ങൾക്കാണ് വാക്സിൻസ് എടുക്കുന്നത്. ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യത്തെ ഡിസീസാണ് ന്യൂ കാസ്റ്റൽ ഡിസീസ് അഥവാ റാണിക്കറ്റ് ഡിസീസ്. കോഴി വളർത്തിയിട്ടുള്ള എല്ലാവർക്കും പരിചയമുള്ള ഒരു അസുഖമാണ് റാണിക്കറ്റ് ഡിസീസ് അഥവാ ന്യൂ കാസ്റ്റൽ ഡിസീസ് എന്നത്. കോഴി വസന്ത എന്ന് നമ്മൾ പരക്കെ പറയുന്നു. ഇതിന്റെ കോസറ്റീവ് ഓർഗാനിസം ഒരു വൈറസ് ആണ്. പാരാമിക്സോ വൈറസ് ടൈപ്പ് 1 എന്ന വൈറസ് ആണ് ഇതിന് രോഗകാരി. പാരാമിക്സോ വൈറസ് ടൈപ്പ് 1. പ്രധാനമായിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഇതിനെ കോഴിത്തൂക്കം എന്നാണ് പറയുന്നത്, അഥവാ കോഴി വസന്ത എന്ന്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കോഴി തൂങ്ങി നിൽക്കുന്നതാണ് നമുക്ക് ഏറ്റവും ആദ്യം ശ്രദ്ധയിൽപ്പെടുക. തുടർന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം കോഴികൾ ഒരു ഗ്രീനിഷ് ഡയേറിയ, പച്ച കലർന്ന നിറത്തോട് കൂടിയിട്ടുള്ള കാഷ്ടം നമ്മുടെ ശ്രദ്ധയിൽപ്പെടാം. കൂടാതെ സൈനോസിസ് ഓഫ് കോംബ്, കോഴിയുടെ കോംബ് അഥവാ ചൂട്ട നീല നിറമായിട്ടുണ്ടാകും. കൈകാലുകളിൽ പാരാലിസിസ് വരാം, വിങ്സിൽ പാരാലിസിസ് വരാം. കൂടാതെ ആകെ തൂങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഏറ്റവും ആദ്യം നോട്ടീസ് ചെയ്യേണ്ടത്. ഒരു പ്രത്യേക പോസ്റ്റർ കോഴി അഡോപ്റ്റ് ചെയ്യുന്നു. ഹെഡ് ബിനീത്ത് ദെയർ വിങ്സ്, കഴുത്ത് വളച്ച് ചിറകിനടിയിലായിട്ട് തൂങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് സാധാരണയായിട്ട് റാണിക്കറ്റ് ഡിസീസ് നമുക്ക് സിംറ്റം ആയിട്ട് കാണുന്നത്. വാക്സിനേഷൻ തന്നെയാണ് അവയുടെ പ്രിക്കോഷൻ. അപ്പോൾ ആദ്യത്തെ അസുഖം റാണിക്കറ്റ് ഡിസീസ് അഥവാ ന്യൂ കാസ്റ്റൽ ഡിസീസ് പാരാമിക്സോ വൈറസ് ടൈപ്പ് 1 ആണ് കോസ് ചെയ്യുന്നത്. കോഴി വസന്ത എന്നറിയപ്പെടുന്നു. ഗ്രീനിഷ് ഡയേറിയ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റം. ഏവിയൻ ഇൻഫ്ലുവൻസ അടുത്ത അസുഖമാണ്. ഫൗൾ പ്ലേഗ് എന്നും കൂടെ വിളിക്കുന്നു. ഏവിയൻ ഇൻഫ്ലുവൻസ അഥവാ ഫൗൾ പ്ലേഗ്. കോസറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് ഒരു വൈറസ് തന്നെയാണ്. ഓർത്തോമിക്സോ വൈറസ്. ഓർത്തോമിക്സോ വൈറസ് ആണ്. 2 രീതിയിൽ നമുക്ക് കാണാം. ലോ പാത്തോജനിക് ആയിട്ടും ഹൈ പാത്തോജനിക് ആയിട്ടും നമുക്ക് കാണാൻ പറ്റും. ലോ പാത്തോജനിക് ആണെന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് നമുക്ക് കാണപ്പെടുക മൂക്കിൽ നിന്നും, മൂക്കിലെ ദ്വാരത്തിൽ നിന്നും കണ്ണിൽ നിന്നും നമുക്ക് ഡിസ്ചാർജ് കാണാൻ പറ്റും, അഥവാ മ്യൂക്കസ് ഡിസ്ചാർജ് നമുക്ക് കാണാം. കൂടാതെ സൈനസൈറ്റിസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഹൈ പാത്തോജനിക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ കോമ്പും വാറ്റിലും, കോഴികളുടെ കോമ്പും വാറ്റിലും നീല നിറമാവുകയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ഒക്കെ ഡിസ്ചാർജ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. രക്ഷപ്പെട്ട പക്ഷികളിൽ സാധാരണയായിട്ട് ഇൻകോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. കൃത്യമായിട്ട് നടക്കാനോ നിൽക്കാനോ ഒക്കെ പറ്റാത്ത ഒരു അവസ്ഥ കാണാം സർവൈവ് ചെയ്ത ബേർഡിൽ. വാക്സിനേഷൻ തന്നെയാണ് ഇതിനും പ്രതിവിധി. രണ്ടാമത്തെ അസുഖമാണ് ഏവിയൻ ഇൻഫ്ലുവൻസ. ഫൗൾ പ്ലേഗ് എന്നും കൂടെ വിളിക്കുന്നു. കോസറ്റീവ് ഓർഗാനിസം ഓർത്തോമിക്സോ വൈറസ്. മൂന്നാമത്തെ അസുഖമാണ് ഇൻഫെക്ഷ്യസ് ബേഴ്സൽ ഡിസീസ് അഥവാ IBD എന്ന വിളിപ്പേരുള്ള അസുഖം. ഇൻഫെക്ഷ്യസ് ബേഴ്സൽ ഡിസീസ്. ഇതിന് മറ്റൊരു പേരുകൂടെ വിളിക്കുന്നു ഗംബ്രോ ഡിസീസ്. എന്താണ്? ഗംബ്രോ ഡിസീസ് എന്നും കൂടെ ഈ പേര് വിളിക്കുന്നു. ഇതിന്റെ കോസറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് ഒരു വൈറസ് തന്നെയാണ്, ബിർണ വൈറസ്. ബിർണ വൈറസ് കാരണമാണ് ഇൻഫെക്ഷ്യസ് ബേഴ്സൽ ഡിസീസ് വരുന്നത്. ബിർണ വൈറസ് ആണ് ഇതിനുള്ള കോസറ്റീവ് ഓർഗാനിസം. ബേഴ്സ എന്ന് പറയുന്ന ഒരു ലിംഫോയിഡ് ഓർഗൻ വരുന്ന ഇൻഫെക്ഷൻ ആണ് ഇൻഫെക്ഷ്യസ് ബേഴ്സൽ ഡിസീസ് ആയിട്ട് കാണപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ആൺകോഴികളിൽ ക്ലോയക്കയുടെ തൊട്ട് മുകളിലായിട്ടാണ് ഈ ബെർസ എന്ന് പറയുന്ന ഒരു ലിംഫോയിഡ് ഓർഗൻ കാണുന്നത്. അതിന്റെ വീക്കം നമുക്ക് കാണാൻ പറ്റും, ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ. നമ്മൾ കാണുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കോഴികളിലെ ഡിപ്രഷൻ, വെള്ള നിറത്തിലുള്ള ഡയേറിയ, വെള്ള നിറത്തിലുള്ള കാഷ്ടം നമുക്ക് കാണാം. കൂടാതെ വെന്റ് റീജിയനിൽ മണ്ണ് പറ്റിപ്പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ റഫിൾഡ് ഫെദേഴ്സ് അഥവാ ഫെദർ നല്ല സ്മൂത്ത് ആയിരിക്കില്ല, ആകെ പൊങ്ങി ഒരു ഷൈനിങ് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് നമ്മൾ റഫിൾഡ് ഫെദേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ നടക്കാനും നിൽക്കാനും ഒക്കെയുള്ള, നമ്മൾ നീക്കിക്കഴിഞ്ഞാലും നടക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ട്, നീങ്ങാതെ അവിടെ തന്നെ നിന്നോളും. ഇതാണ് ഇൻഫെക്ഷ്യസ് ബെർസൽ ഡിസീസസിന്റെ സിംറ്റം.
അപ്പോൾ ഇൻഫെക്ഷ്യസ് ബർസൽ ഡിസീസ് ഇതും ഒരു വൈറസ് ഡിസീസ് ആണ്. കോസറ്റീവ് ഓർഗാനിസം ബിർണ വൈറസ് ബിർസ എന്ന് പറയുന്ന അവയവമാണ് ഇഫക്റ്റ് ചെയ്യുന്നത്. ഡിപ്രഷനും കൂടാതെ വൈറ്റ് വാട്ടർ ഡയറിയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റം. കൂടാതെ വെന്റ് റീജിയനിൽ മണ്ണ് പറ്റിപ്പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നാലാമത്തെ അസുഖം ഫൗൾ പോക്സ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കോഴി വസൂരിയാണ് മലയാളത്തിൽ നമ്മൾ ഇതിനെ പറയുന്നത്. നമ്മുടെ വീട്ടിൽ കോഴികൾ ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും വന്നിട്ടുള്ള ഒരു അസുഖമാണ് ഫൗൾ പോക്സ് എന്ന് പറയുന്നത്. ചൂടുകാലമാകുമ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. സിംറ്റം എന്ന് പറയുന്നത് തൂവലുകൾ ഇല്ലാത്ത ശരീരഭാഗത്ത് പ്രൊലിഫറേറ്റീവ് ലീഷൻസ്, അതായത് ചെറിയ ചെറിയ കുരുക്കൾ പൊന്തുക തൂവലുകളില്ലാത്ത ഭാഗത്ത്, അതായത് കോമ്പ്, വാറ്റിൽ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ കുരുക്കൾ പോലെ പ്രത്യക്ഷപ്പെടുന്നു. കൺട്രോൾ മെഷർ എന്ന് പറയുന്നത്, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് വാക്സിനേഷൻ തന്നെയാണ്. കൂടാതെ ഇതിന്റെ പകർച്ച തടയുവാനായിട്ട് മോസ്കിറ്റോസിന്റെ കൺട്രോളും അത്യാവശ്യമാണ്. അടുത്ത അസുഖമാണ് ഫൗൾ പോക്സ് എന്നത്. കോസറ്റീവ് ഓർഗാനിസം ഫൗൾ പോക്സ് വൈറസ്. സിംറ്റം നോഡുലാർ പ്രൊലിഫറേറ്റീവ് സ്കിൻ ലീഷൻ ഇൻ നോൺ ഫെതേർഡ് പാർട്ട്. തൂവലുകളില്ലാത്ത ഭാഗത്ത് ചെറിയ കുരുക്കൾ പോലെ കാണുന്നു. പ്രിവെൻഷൻ, വാക്സിനേഷൻ ആൻഡ് മോസ്കിറ്റോ കൺട്രോൾ. അഞ്ചാമത്തെ അസുഖമാണ് മാരക്സ് ഡിസീസ് എന്ന് പറയുന്നത്. ഇതൊരു ഹൈലി കണ്ടേജിയസ് ഡിസീസ് ആണ്. എളുപ്പത്തിൽ പക്ഷികൾ ചത്തുപോകുന്ന ഒരു അസുഖം കൂടെയാണ് മാരക്സ് ഡിസീസ് എന്ന് പറയുന്നത്. കോസറ്റീവ് ഓർഗാനിസം ഹെർപ്പിസ് വൈറസ്. ഹെർപ്പിസ് എന്ന് പറയുന്ന വൈറസ് ആണ് മാരക്സ് ഡിസീസിനുള്ള കോസ് എന്ന് പറയുന്നു. അസുഖം വന്നു കഴിഞ്ഞ പക്ഷികൾ പ്രത്യേക രീതിയിലുള്ളൊരു പാരാലിസിസ് സിൻഡ്രോം കാണിക്കുന്നു. എന്താണ്? ഒരു കാല് മുന്നോട്ടും ഒരു കാൽ പിന്നോട്ടും വെച്ച് കിടക്കുന്ന രീതി. ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഒരു കാൽ മുന്നോട്ടും ഒരു കാൽ പിന്നോട്ടും വെച്ച് കിടക്കുന്ന രീതി നമുക്ക് ഇവയിൽ കാണാം. കൂടാതെ ഫെദർ ഫോളിക്കിൾസിന്റെ അടിഭാഗത്ത് ഫോളിക്കിൾസ് വരുന്ന സ്ഥലത്ത് നിന്നും നമുക്ക് എൻലാർജ്മെന്റ് അഥവാ നീർക്കെട്ട് കാണാൻ പറ്റും. കൂടാതെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ആന്തരിക അവയവങ്ങളിൽ ട്യൂമേഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതും കാണാം. വാക്സിനേഷൻ തന്നെയാണ് മുൻകരുതൽ മാർഗം. അപ്പോൾ മാരക്സ് ഡിസീസ്, കോസറ്റീവ് ഓർഗാനിസം ഹെർപ്പിസ് വൈറസ്, സിംറ്റം എന്ന് പറയുന്നത് ഒരു പാരാലിസിസ് സിൻഡ്രോം വിത്ത് വൺ ലെഗ് ഹാൻഡ് ഫോർവേഡ്, ഹെൽഡ് ഫോർവേഡ് ആൻഡ് അതർ ബാക്ക്വേർഡ്. ഒരു കാൽ മുന്നോട്ടും ഒരു കാൽ പിന്നോട്ടും വെച്ചിട്ടുള്ള ഒരു പാരലൈസിംഗ് സിൻഡ്രോം നമുക്ക് കാണാം. ഫൗൾ കോളറ അഥവാ പാസ്ചറല്ലോസിസ്. ഇതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. കോസറ്റീവ് ഓർഗാനിസം പാസ്ചറല്ല മൾട്ടോസിഡ. സിംറ്റം ആയിട്ട് പ്രധാനമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ കോമ്പില് ആൻഡ് വാറ്റിൽ, കോമ്പിലും വാറ്റിലും വരുന്ന സ്വെല്ലിംഗ് അഥവാ നീർക്കെട്ടാണ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള മാർഗം. കൂടാതെ വിശപ്പില്ലായ്മ, മ്യൂക്കസ് ഡിസ്ചാർജ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ഒരു ഗ്രീനിഷ് കളർ ഡയേറിയ അഥവാ കാഷ്ടം നമുക്ക് കാണാം. അതിന് നന്നല്ലാത്ത ഒരു ഫൗൾ സ്മെൽ നമുക്ക് കാണാൻ പറ്റും. ഒരു നാറ്റം നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. ഇതിനും മെഡിക്കേഷനും വാക്സിനേഷനും തന്നെയാണ് പ്രധാനപ്പെട്ട പ്രിവെന്റീവ് മെഷർ എന്ന് പറയുന്നത്. റോഡൻ കൺട്രോളും സഹായിക്കുന്നു എന്ന് പറയുന്നു. ഫൗൾ കോളറ, കോസറ്റീവ് ഓർഗാനിസം പാസ്ചറല്ല മൾട്ടോസിഡ ആയതിനാൽ ഇവയ്ക്ക് മറ്റൊരു പേര് വിളിക്കുന്നു പാസ്ചറല്ലോസിസ്. സിംറ്റം എന്തൊക്കെയാണ്? കോമ്പിലും വാറ്റിൽ വരുന്ന സ്വെല്ലിംഗ്, കൂടാതെ ഗ്രീനിഷ് ഡയേറിയ വിത്ത് ഫൗൾ സ്മെൽ. അടുത്ത ഒരു പ്രധാനപ്പെട്ട അസുഖമാണ് കോഴികളിൽ കാണുന്നത് കോക്സിഡിയോസിസ് എന്ന് പറയുന്നത്. ഇതിന്റെ രോഗകാരി ഒരു പാരസൈറ്റ് ആണ്. എന്താണ്? ഒരു പാരസൈറ്റ് ആണ്, ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ് ആണ്. കോഴികളുടെ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റിനെയാണ് ഇത് പ്രധാനമായിട്ടും എഫക്റ്റ് ചെയ്യുന്നത്. ഭക്ഷണത്തിലൂടെ ഊസിസ്റ്റുകളുടെ ഉള്ളിലേക്കുള്ള കടക്കൽ മൂലം വരുന്ന അസുഖമാണ് കോക്സിഡിയോസിസ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറയുന്നത് ബ്ലഡി ഡ്രോപ്പിംഗ്സ് ആണ്. അതായത് കാഷ്ടത്തിൽ രക്തത്തിന്റെ അംശം നമുക്ക് കാണാൻ പറ്റും. പെട്ടെന്ന് ഇമാസിയേഷനും മോർട്ടാലിറ്റിയും മരണവും സംഭവിക്കുന്ന ഒരു അസുഖം കൂടെയാണ് കോക്സിഡിയോസിസ് എന്ന് പറയുന്നത്.
പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് വാക്സിനേഷനും കൂടാതെ ആന്റി കോക്സിഡിയൽ ഡ്രഗ്സുമാണ്. കൂടാതെ നമ്മൾ കോക്സിഡിയോസ്റ്റാറ്റ് എന്ന് പറയുന്ന വസ്തു തീറ്റിയിലൂടെ മിക്സ് ചെയ്ത് കൊടുക്കാറും ഉണ്ട് ഇത് വരാതിരിക്കാനായിട്ട്. നല്ല രീതിയിലുള്ള ഒരു ലിറ്റർ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ തടയാൻ പറ്റിയ ഒരു അസുഖം കൂടെയാണ് കോക്സിഡിയോസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോക്സിഡിയോസിസ് ഒരു പാരസൈറ്റിക് അസുഖമാണ്. കോസറ്റീവ് ഓർഗാനിസം ഒരു ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ് ആണ്. ബ്ലഡി ഡ്രോപ്പിംഗ്സ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട സിംറ്റം. പ്രധാനപ്പെട്ട 7 അസുഖങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അവയ്ക്കുള്ള വാക്സിനേഷൻ ഷെഡ്യൂൾ ആണ് പറയുന്നത്, ചിക്ക് സ്റ്റേജിൽ ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ കൊടുക്കുന്ന വാക്സിന്റെ പേരാണ് മാരക്സ് ഡിസീസ് വാക്സിൻ. മാരക്സ് ഡിസീസ് വരാതിരിക്കാനുള്ള വാക്സിൻ ആണ് ആദ്യത്തെ ദിവസം ഡേ ഓൾഡ് ചിക്കിന് കൊടുക്കുന്നത്. സാധാരണയായിട്ട് ഇൻട്രാമസ്കുലാർ അല്ലെങ്കിൽ സബ് ക്യൂട്ടേനിയസ് ആയിട്ടാണ് ഈ വാക്സിൻ കൊടുക്കുന്നത്. ആദ്യത്തെ ദിവസം മാരക്സ് ഡിസീസ് വാക്സിൻ കൊടുക്കുന്നു. 7ാമത്തെ ദിവസം റാണിക്കറ്റ് ഡിസീസ് വാക്സിൻ എഫ് സ്ട്രെയിൻ ആണ് കൊടുക്കുന്നത്. 7ാമത്തെ ദിവസം റാണിക്കറ്റ് ഡിസീസ് എഫ് സ്ട്രെയിൻ വാക്സിൻ. ഇത് സാധാരണയായിട്ട് മൂക്കിലോ കണ്ണിലോ, ഇൻട്രാ ഓക്കുലാർ എന്ന് വെച്ചാൽ കണ്ണിൽ, ഇൻട്രാനേസൽ എന്ന് വെച്ചാൽ മൂക്കിൽ, കണ്ണിലോ മൂക്കിലോ ഡ്രോപ്സ് ആയിട്ട് ഒറ്റിച്ചാണ് കൊടുക്കുന്നത് 7ാമത്തെ ദിവസം. ഇനി 12 മുതൽ 14 ദിവസമാകുന്ന സമയത്ത്, ഏകദേശം 12ാമത്തെ ദിവസം നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ IBD ഇൻഫെക്ഷ്യസ് ബർസൽ ഡിസീസ് തടയുന്നതിന് ആവശ്യമായിട്ടുള്ള വാക്സിൻ ഇൻട്രാ ഓക്കുലാർ അല്ലെങ്കിൽ ഇൻട്രാനേസൽ ആയിട്ട് കൊടുക്കുന്നു. അടുത്തത് 28ാമത്തെ ദിവസം വീണ്ടും IBDക്കുള്ള വാക്സിൻ വെള്ളത്തിൽ ചേർത്താണ് കൊടുക്കുന്നത്. 28ാമത്തെ ദിവസം വീണ്ടും IBD വാക്സിൻ റിപ്പീറ്റ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ കൊടുക്കുന്നത് കുടിക്കുന്ന വെള്ളത്തിലാണ്. 35ാമത്തെ ദിവസം ഫൗൾ കോളറയ്ക്കുള്ള വാക്സിൻ ആണ് കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് സബ് ക്യൂട്ടേനിയസ് മെത്തേഡിലാണ്. 35ാമത്തെ ദിവസം ഫൗൾ കോളറ വാക്സിൻ കൊടുക്കുന്നു സബ് ക്യൂട്ടേനിയസ് മെത്തേഡിൽ. അടുത്തതായിട്ട് 6ാമത്തെ ആഴ്ച ഫൗൾ പോക്സ് വാക്സിൻ, കോഴി വസൂരിക്കുള്ള വാക്സിൻ കൊടുക്കുന്നു. ഫൗൾ പോക്സ് വാക്സിൻ കൊടുക്കുന്നത് 6ാമത്തെ ആഴ്ചയാണ്. ഇത് ഇൻട്രാമസ്കുലാർ അല്ലെങ്കിൽ സബ് ക്യൂട്ടേനിയസ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. വീണ്ടും 8ാമത്തെ ആഴ്ച R2B വാക്സിൻ, 7ാമത്തെ ദിവസം RDF സ്ട്രെയിൻ കൊടുക്കുമ്പോൾ റാണിക്കറ്റ് ഡിസീസ് വാക്സിൻ തന്നെയുള്ള B സ്ട്രെയിൻ കൊടുക്കുന്നു. റാണിക്കറ്റ് ഡിസീസ് B വാക്സിൻ കൊടുക്കുന്നു സബ് ക്യൂട്ടേനിയസ് ആയിട്ട് 8ാമത്തെ ആഴ്ച. ഇത്രയുമാണ് വാക്സിനേഷൻ ഷെഡ്യൂൾ ഇൻ ചിക്സ്. 1ാമത്തെ ദിവസം മാരക്സ് ഡിസീസ് വാക്സിൻ, 7ാമത്തെ ദിവസം റാണിക്കറ്റ് ഡിസീസ് എഫ് സ്ട്രെയിൻ വാക്സിൻ, 12 മുതൽ 14 ദിവസമാകുമ്പോൾ IBD, വീണ്ടും 28ാമത്തെ ദിവസം IBD, 35ാമത്തെ ദിവസം ഫൗൾ കോളറ, 6ാമത്തെ ആഴ്ച ഫൗൾ പോക്സ് വാക്സിൻ, 8ാമത്തെ ആഴ്ച R2B വാക്സിൻ എന്നിവയാണ് കണക്ക്. ഇനി വാക്സിനേഷൻ പ്രൊസീജിയർ ആണ് പറയുന്നത്. അഥവാ സബ് ക്യൂട്ടേനിയസ് വാക്സിനേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ് ഇവിടെ നമ്മൾ പറയുവാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള അവശ്യ വസ്തുക്കൾ എന്ന് പറയുന്നത് ഒന്ന് വാക്സിൻ, പിന്നൊന്ന് സിറിഞ്ച് എന്നിവയാണ്. ദെൻ കോട്ടൺ. ഇവിടെ നമ്മൾ വാക്സിൻ കൊടുക്കേണ്ട പക്ഷിയെ കൃത്യമായിട്ട് പിടിക്കുക എന്നത് അത്യാവശ്യമാണ്. കയ്യിൽ നിന്നും തെന്നിപ്പോകാതെ ബേർഡിനെ കൃത്യമായിട്ട് പിടിക്കുക. ഇതിനു വേണ്ടിയിട്ട് വിങ്സിലാണ് നമ്മൾ സാധാരണയായിട്ട് സബ്ക്യൂട്ടേനിയസ് വാക്സിൻസ് എടുക്കുന്നത്. അതിൽ മീഡിയം സൈഡ് ഓഫ് വിങ് ആണ് നമ്മൾ വാക്സിൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ആവശ്യമുള്ള വാക്സിൻ 2 മില്ലി സിറിഞ്ചിൽ നമ്മൾ എടുക്കുകയും ഏതു ഭാഗത്താണോ നമ്മൾ വാക്സിൻ എടുക്കേണ്ടത് ആ ഭാഗത്ത് കോട്ടണിൽ ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ മുക്കി തുടയ്ക്കുന്നു. ശേഷം നീഡിൽ സ്കിന്നിന് പാരലൽ ആയിട്ട് വെച്ച് പതിയെ സബ് ക്യൂട്ടേനിയസ് ഏരിയയിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്ലഡ് വെസലിൽ ഒരിക്കലും തട്ടരുത്. രക്തക്കുഴലുകളിൽ തട്ടാതെ സബ് ക്യൂട്ടേനിയസ് ആയിട്ട് പതിയെ നീഡിൽ, സിറിഞ്ചിലെ നീഡിൽ കയറ്റി പതുക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, വാക്സിൻ
പ്രസ് ചെയ്യുന്നു. സിറിഞ്ചിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് വാക്സിൻ സബ്ക്യൂട്ടേനിയസ് ഏരിയയിലേക്ക് കടക്കുകയും അവിടെ ഒരു ബ്ലബ് ഫോം ചെയ്യുകയും ചെയ്യും. ബ്ലബ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രൊജക്ഷൻ, വീർത്ത് ഇങ്ങനെ വരും, ഒരു ബൾബ് പോലെ വീർത്ത് ഇങ്ങനെ വരും. അവിടേക്ക് നമ്മൾ വാക്സിൻ വന്ന് നിറയുന്നത് നമുക്ക് കാണാം. ഏകദേശം 0.5 ml ആണ് നമ്മളെപ്പോഴും വാക്സിൻ കൊടുക്കുന്നത്. അതിനുശേഷം പതുക്കെ വാക്സിൻ കൊടുത്ത സിറിഞ്ചിന്റെ നീഡിൽ പുറത്തേക്ക് എടുക്കുകയും കോഴിയെ റിലീസ് ചെയ്യിക്കുകയും ചെയ്യുന്നു. ഈ 6 സ്റ്റെപ്പിലൂടെയാണ് സബ്ക്യൂട്ടേനിയസ് വാക്സിനേഷൻ വിങ്സിൽ നമ്മൾ ചെയ്യുന്നത്. എപ്പോഴും മീഡിയൻ സൈഡ് ഓഫ് വിങ്ങിലാണ് ചെയ്യുന്നത്. സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണ് വാക്സിൻസ് എടുക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോപ്പറായിട്ട് കോഴികളെ പിടിക്കുക, കൂടാതെ ബ്ലഡ് വെസൽസ് അവോയ്ഡ് ചെയ്യുക എന്നതാണ്. അടുത്തതായിട്ട് പ്രിക്കോഷൻസ് അറ്റ് വാക്സിനേഷൻ. വാക്സിനേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകളാണ് ഇവിടെ നമ്മൾ പറയുന്നത്. വാക്സിനേഷൻ എപ്പോഴും സ്ട്രെസ് തന്നെയാണ് കോഴികൾക്ക്. ആയതിനാൽ വാക്സിനേഷൻ എടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള ഫീഡ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൃത്യമായിട്ടുള്ള മാനേജ്മെന്റ് പ്രാക്ടീസുകൾ സ്വീകരിക്കുക. ആരോഗ്യമുള്ള കോഴികൾക്ക് മാത്രം വാക്സിൻ എടുക്കുക. ഹെൽത്തി ഫ്ലോക്ക്, ആരോഗ്യമുള്ള കൂട്ടങ്ങൾക്ക് മാത്രം വാക്സിൻ എടുക്കുക. പുതുതായി ഉണ്ടാക്കിയ വാക്സിൻസ്, കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത വാക്സിൻസ് മാത്രം ഉപയോഗിക്കുക. മാനുഫാക്ചർ എന്താണോ ഡയറക്ഷൻ തന്നിരിക്കുന്നത്, എങ്ങനെ കൊടുക്കണം എന്ന് പറയുന്നുണ്ടോ ആ രീതി തന്നെ ഫോളോ ചെയ്യുക. എപ്പോഴും വാക്സിൻസ് റെഫ്രിജറേഷൻ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുക. എല്ലാ പക്ഷികൾക്കും ഒരേ ദിവസം തന്നെ വാക്സിൻ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്സിൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യമാണ്, വാക്സിൻ കൊടുക്കുന്നത് കൂളർ അവറിലാവാൻ എപ്പോഴും ശ്രദ്ധിക്കുക. കെമിക്കൽസ്, ആന്റിസെപ്റ്റിക്സ് എന്നിവ സൂക്ഷിക്കുന്ന മുറിയിൽ ഒരു കാരണവശാലും വാക്സിൻസ് സൂക്ഷിക്കരുത്. കൂളർ അവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ലേറ്റ് ഈവനിംഗ് ആണ്. ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ്, വാക്സിനേറ്റർ എന്ന് പറയുന്നതാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. അവ സ്റ്റെറിലൈസ് ചെയ്തതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. കൂടാതെ വാക്സിനേഷൻ സ്ട്രെസ് കുറയ്ക്കുന്നതിന് ആവശ്യമായിട്ട് സപ്ലിമെന്റ്സ്, ആന്റിബയോട്ടിക്സ് എന്നിവ 2 മുതൽ 3 ദിവസത്തിന് ശേഷവും മുൻപും കൊടുക്കുന്നത് നന്നായിരിക്കും. വാക്സിനേഷൻ എടുത്തിട്ടുള്ള റെക്കോർഡ്സ് എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുക. അതൊരു കൃത്യമായിട്ടുള്ള മാനേജ്മെന്റ് പ്രാക്ടീസ് ആണ്. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റി ആണ് തന്നിരിക്കുന്ന ചാർട്ട് കംപ്ലീറ്റ് ചെയ്യുക. മുൻപ് ഇതിന്റെ ചാർട്ട് തന്നിട്ടുണ്ട്, അത് നോക്കി പഠിച്ച് ഈ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ആക്ടിവിറ്റി 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഓരോന്നും ഏതാണ് അസുഖമെന്നും അതിന്റെ രോഗകാരി ഏതാണെന്നും ഐഡന്റിഫൈ ചെയ്യുക. ഇത്രയുമാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. നിർത്തുന്നു. വീണ്ടും കാണാം. താങ്ക് യു.